എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളിലാ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നത് യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 119 സങ്കീർത്തനം 17 മുതലുള്ള ചില തിരുവചനങ്ങൾ. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നിന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ ന്യായവിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭത്സിക്കുന്നു. നിന്ദയും അപമാനവും എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരനും ആകുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. അതിനായി ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:27. നശിച്ചു പോകുന്ന ഹല്ലേലൂയ അഥവാ ശരീരത്തിനായി മാത്രം ആണോ നാം നമ്മുടെ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ആമേൻ. നിത്യജീവൻ യേശു ക്രിസ്തുവിൽ. ഹല്ലേലൂയ. പിതാവായ ദൈവം നമുക്ക് നിത്യജീവൻ നൽകി എന്നതിനെ കുറിച്ചാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. നാം അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിന് മാത്രമായി ആവശ്യമായ കാര്യമാണോ നാം ദൈവത്തോട് ചോദിക്കുന്നത്? അതോ പിതാവായ ദൈവം നമുക്ക് പുത്രനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ 6:27 നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 1 യോഹന്നാൻ 5:11 ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവൻ ഉണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. ആവർത്തന പുസ്തകം 8:3 അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു എന്ന് ആവർത്തന പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. പ്രിയരെ, നാം നിത്യജീവനായി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സമയങ്ങളും നമ്മുടെ ആരോഗ്യവും നാം ദൈവത്തിനായി ചെലവഴിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും.
ദൈവത്തിനായി നീ നിന്റെ സമയവും ആരോഗ്യവും ഈ ജീവിതം തന്നെ ചെലവിടുമ്പോൾ ഉറപ്പായും നിന്റെ ആവശ്യങ്ങളിൽ ദൈവവും ഇടപെടും. നീ ചോദിക്കും മുൻപേ തന്നെ നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് നിനക്ക് തരും. നീ അപ്പന് വേണ്ടി, യേശു കർത്താവിന് വേണ്ടി ഏറ്റവും നല്ലത് നൽകുമ്പോൾ അതിനേക്കാൾ നല്ലതിനെ അവിടുന്ന് നിനക്കായി കരുതി വയ്ക്കുന്നു. നീ ഒരു പുഷ്പം ചോദിക്കുമ്പോൾ ദൈവം നിനക്കായി ഒരു പൂന്തോട്ടം നൽകുന്നു. ഹല്ലേലൂയ. നിന്നിൽ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ കണ്ട് ജനം അത്ഭുതപ്പെടുവാൻ ഇടവരും. മത്തായി 6:33 മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ ആയുസ്സുള്ളൂ. എന്നാൽ ദൈവം നൽകുന്ന സമയങ്ങൾ ആ ദൈവത്തിൻ്റെതായ രാജ്യത്തിന് നീതിക്ക് വേണ്ടി നശിച്ചു കിടക്കുന്ന ജനത്തെ നിത്യജീവന് ഒരുക്കണം എന്ന ആത്മദാഹത്തോടു കൂടി നാം ആയിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് വേണ്ടി നാം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സകലതും നൽകി ദൈവം നമ്മെ മാനിക്കുവാനിടയാകും. അതുമാത്രമല്ല, നമുക്ക് നിത്യജീവനം തരുവാൻ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, ഹല്ലേലൂയ, നിത്യജീവന് ഒരുങ്ങുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കും. അതിനായി ഞങ്ങളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം സഹായിക്കും എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ, ഇന്നയോളം അടിയങ്ങളെ നിലർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അപ്പാ, ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനുള്ള മകൾ ഭാഗ്യം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, എത്രയോ പേരെന്നും ജീവനുള്ള ദൈവം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വേണം ദൈവത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവസ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അടിയങ്ങൾ കാണപ്പെടുവാൻ തക്കോണം തന്ന ഈ മകൾ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്ര കർത്താവ്. അപ്പൊ ആ മഴയിലും വെള്ളപ്പൊക്കത്തിലും കർത്താവേ, അനവധി പ്രകൃതിക്ഷോഭങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന നാഥ, ആശ്വാസം വിടുതൽ സമാധാനം നൽകണം നാഥ. ഒരമ്മ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നല്ലേ ചെയ്ത കർത്താവേ, ആശ്വാസത്തിന്റെ വിടുതലിന്റെ സമാധാനത്തിന്റെ കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ. ആശുപത്രികളിലും ഭവനങ്ങളിലുമായി വിവിധ ഓപ്പറേഷനുകൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടല്ലോ അപ്പ, രോഗികളായി ഭവനത്തിലിരിക്കുന്നവരുണ്ടല്ലോ അപ്പ, യേശുവിന്റെ ഹല്ലേലൂയ അടിപ്പിടലുകളാലുള്ള സൗഖ്യം പ്രാപിച്ച് യേശു വലിയ ചെയ്തു അത്ഭുത സാക്ഷികളായി പുറത്തു വരുവാൻ തക്കോണം എല്ലാ മക്കളെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നല്ലേ ചെയ്ത കർത്താവ്. വിശ്വാസത്തോടുകൂടെ അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് സഹായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അപ്പാ, സ്തോത്രം 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 കർത്താവേ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കത്തിലെ കർത്താവെ, വളരെയധികം ഭാരത്തോടിരിക്കുന്ന മക്കളുണ്ടല്ലോ നാഥ. അപ്പാ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകി കർത്താവെ സ്വസ്ഥമായി ദൈവത്തെ ആരാധിപ്പാ ദൈവം സഹായിക്കണമേ. ശാന്തതയോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ കാണപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. അനുഗ്രഹിക്കണം, മാനിക്കണപ്പാ കർത്താവെ. വിവിധ വിഷയങ്ങളാൽ ഭാരത്തോട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും വിഷയങ്ങൾക്ക് പരിഹാരം നൽകി ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പാ. കർത്താവെ, ഹല്ലേലൂയ, നിത്യജീവൻ ഒരുങ്ങുവാനുള്ള നല്ല മനസ്സൊരുക്കി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങ് നൽകണം കർത്താവെ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് മാത്രമല്ല, നിത്യജീവൻ ഒരുക്കുന്നതായ ആ യേശുവിൻ്റെ വചനങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ദിനംതോറും ആത്മാവിൽ വളരുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം നാഥ. നാളുകളിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ എല്ലാവരെയും നിയന്ത്രിക്കണമേ, നടത്തണം നാഥ. ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിശക്തി ദൈവപരിജ്ഞാനം എല്ലാ മക്കൾക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. എല്ലാവരെയും അനുഗ്രഹിക്കണം, മാനിക്കണം, ശാന്തതയും സമാധാനം സ്വസ്ഥതയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അപ്പൊ ആ സ്തോത്രം തുറന്ന ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കും, മാനിക്കും, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തെ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.